بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്തുൽ കുർസിയാണ്. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ്. മുഴുവൻ ഖുർആനിലും ഏറ്റവും മഹത്തായ ആയത്ത് അറിയപ്പെടുന്നത് ഈ ആയത്തുൽ കുർസിയാണ്. ഒരു മഹത്തായ അധ്യായം എന്ന നിലക്ക് ഏറ്റവും വലിയ മഹത്തായ അധ്യായം സൂറത്തുൽ ഫാത്തിഹ ആയിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ ആയത്തിന്റെ മാത്രം വിഷയം എടുക്കുകയാണെങ്കിൽ ഏറ്റവും മഹത്തായ ആയത്തുൽ കുർസിയാണ്. മൊത്തമായി പ്രസിദ്ധമാക്കപ്പെട്ട കാര്യമാണ്. വല്ല പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്യായം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളത്. ഇതിന്റെ തഫ്സീറാണ് പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനിൽ. ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, നിലനിർത്തുന്നവനുമാണ്. എല്ലാം അതിൻ്റെ രീതിയിൽ മാനേജ് ചെയ്യുന്നവൻ, നിലനിർത്തുന്നവനുമാണ്. ഈ ഫസ്റ്റ് ഭാഗത്തിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനില്ല, ആരാധനക്ക് അർഹനില്ല. അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനുമാണ്. അതേപോലെ ജീവനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവനും നിലനിർത്തുന്നവനുമാണ്. ലാ തഊദുഹു സിനത്തുൻ വലാ നൗം, അവനെ ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിന് ഉറക്കമില്ല, അതേപോലെ മയക്കൂല്ല. ഉറക്കും മയക്കും ഉണ്ടാവുന്നത് ആർക്കാണ്? അത് സൃഷ്ടികൾക്കാണ്. മനുഷ്യനാണ്, അതേപോലെ ജിന്നുകൾക്കാണ്, മൃഗങ്ങൾക്കാണ്. ഇതേപോലെ സൃഷ്ടികൾക്കൊക്കെ ഉറക്കമുണ്ട്, മയക്കമുണ്ട്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രസക്തിയില്ല. അവന് ഉറക്കും ബാധിക്കൂല, മയക്കും ബാധിക്കൂല. ഉമ്മത്തിന് പൊതുവെ ഉള്ളൊരു ധാരണയാണ് അള്ളാഹു പ്രകാശമാണ് എന്നുള്ളത്. അള്ളാഹു പ്രകാശമാണ് എന്നത് ശരി തന്നെയാണ്. പക്ഷെ അവന്റെ വുജൂദ് പ്രകാശം ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രകാശം കാണുന്ന രീതിയിൽ അവനെ കാണാൻ പാടില്ല. ഇവിടെയൊക്കെ മനുഷ്യന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, കുഴപ്പങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. കാരണം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാർ ഈ രീതിയിലാണ് പരിചയപ്പെടുത്തിയത്. അതിന് വിരുദ്ധമാണ് ഈ സൂറത്ത്. ഈ സൂറത്ത് ശരിക്കും മനസ്സിലാക്കിയ ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മുടെ സങ്കല്പത്തിൽ അള്ളാഹു ഒരു വെളിച്ചമാണെങ്കിൽ അല്ലെങ്കിൽ പ്രകാശമാണെങ്കിൽ ആ പ്രകാശത്തിൻ്റെതായ രീതിയിൽ കാണുകയാണെങ്കിൽ അവന് ഉറക്കം മയക്കം എന്നുള്ള വിഷയം കൊണ്ട് അള്ളാഹു തആല പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവന് ഉറക്കം വരുന്നില്ല, മയക്കം വരുന്നില്ല എന്ന് പറയുമ്പോൾ മനുഷ്യന് തെറ്റായ ചിന്താഗതികൾക്ക് അടിമപ്പെടുമ്പോൾ അത് തിരുത്താനാണ് പറയുന്നത്. അങ്ങനെ തെറ്റായ ചിന്തകൾ വരാൻ കാരണമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത പല രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളിൽപ്പെട്ട വലിയൊരു പരസ്യമായ രഹസ്യമാണെന്ത്? അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് അവന്റെ രൂപത്തിലാണ് എന്നുള്ളത്. പ്രസിദ്ധമായ ഹദീസാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. ഖലഖത്തുൽ ആദമ അലാ സൂറത്തിഹി എന്നുള്ളത്. അള്ളാഹു ആദമിനെ അവന്റെ സൂറത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് മനസ്സിലാക്കിയ മനുഷ്യന്മാർക്ക് ഒരു പക്ഷേ അവൻ ചിന്തിച്ചു പോകും, അള്ളാഹുവിന്റെ രൂപത്തില് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ പോലെ ഉറക്കമുണ്ടാവുന്ന പോലെ അള്ളാഹുവിനും ഉറക്കമുണ്ടാവുമോ, അള്ളാഹുവിനും മയക്കമുണ്ടാവുമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തകൾ, വിഭാവനങ്ങൾ വരും എന്നത് കൊണ്ടാണ് അള്ളാഹു തആല അത് തിരുത്താൻ വേണ്ടി പറഞ്ഞത്. ഈ പറഞ്ഞ ഹദീസ് ഹക്കാണ്. അള്ളാഹു അവന്റെ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വിചാരിച്ച് മനുഷ്യന്റെ പോലെയുള്ള മ്ലേച്ഛമായ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ സൃഷ്ടിപരമായ ചില കുറവുകളോ അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. അതിൽപ്പെട്ട ഒരു കുറവാണ് എന്ത്? ഉറക്കം മയക്കം എന്നുള്ളത്. ഈ രണ്ട് കാര്യം അള്ളാഹുവിന് തസ്വീർ ചെയ്യാൻ സാധിക്കുക. അള്ളാഹുവിന് അതില്ല. കാരണം കുറവുകളിൽ നിന്ന് പരിശുദ്ധനാണ് അള്ളാഹു. അപ്പോൾ ഈ വിഷയം മനുഷ്യനെ ബോധ്യപ്പെടുത്താനും മനുഷ്യ ചിന്തയിൽ നിന്നും ഈ ഒരു കുറവ് അള്ളാഹുവിന് കൽപ്പിക്കുന്നതിൽ നിന്നും മനുഷ്യന്റെ ചിന്തയെ മാറ്റിവിടാനാണ് അള്ളാഹു തആല ഈ സൂറത്തിൽ, ഈ ആയത്തിൽ ഇത് പറയുന്നത്. അള്ളാഹു ഉറങ്ങുന്നവനല്ല, മയങ്ങുന്നവനല്ല എന്നുള്ളത്. അപ്പൊ സൂറത്ത് അള്ളാഹുവിന്റെ സൂറത്ത് തന്നെയാണ്. പക്ഷെ സീറത്ത് അള്ളാഹുവിൻ്റെതല്ല. സീറത്ത് വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ സൂറത്തും അള്ളാഹുവിന്റെ സൂറത്തും ഒന്ന് തന്നെയാണ് എന്നുള്ള വിഷയത്തിലേക്കാണ് ഈ ആയത്തെ വിരൽ ചൂണ്ടുന്നത്. അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉറക്കം മയക്കം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രകാശത്തിന് ഈ രീതിയിൽ നമ്മൾ വിഭാവനം ചെയ്യുക? അതൊരാൾ ചെയ്യൂലല്ലോ. അങ്ങനെ ആവുമ്പോൾ ഈ ആയത്ത് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ഉള്ളില് മനുഷ്യൻ്റെതായ കോലത്തിലേക്കുള്ള വിഭാവനം വരുമ്പോഴാണ് ചിന്തയിൽ ഈ വിഷയം കൂടി കടന്നു വരിക. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ പോലെ ഭക്ഷണം കഴിക്കും, മനുഷ്യന്റെ പോലെ ഉറങ്ങും, മനുഷ്യന്റെ പോലെ പ്രകൃതി സഹജമായ പല കാര്യങ്ങളിലേക്കും പോവേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കുന്നത്.
അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. പക്ഷെ സൂറത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ സൂറത്തിലാണ് മനുഷ്യനെ പഠിച്ചത് എന്നുള്ളതാണ് ഹക്ക്. അള്ളാഹു ഭക്ഷണം കഴിക്കുന്നവനല്ല, അതേപോലെ തന്നെ വിശക്കുന്നവനല്ല, അവനൊന്നിന്റെ ആവശ്യമില്ല, അവനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഉറക്കം മയക്കം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മനുഷ്യൻ എന്തിനാ ഉറങ്ങുന്നത്? വിശ്രമത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാ വിശ്രമം ആവശ്യം? അവന് നിരന്തരമായ കാര്യങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് ഒരുപാട് എനർജി ആരോഗ്യം അവൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവന് ക്ഷീണം വരുന്നുണ്ട്. ഈ ക്ഷീണം വരുന്നത് കൊണ്ടാണ് ഉറങ്ങുന്നത്. ക്ഷീണത്തിന്റെ ലക്ഷണമാണ് ഉറക്കം. ക്ഷീണം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ കോട്ടുവായിടും, ചിലപ്പോൾ മയങ്ങിപ്പോവും. അപ്പൊ പരിപൂർണമായ വിശ്രമം കിട്ടാൻ ഉറക്കം ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് ഉറക്കം വെച്ചിരിക്കുന്നത്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ക്ഷീണം ബാധിക്കുന്നില്ല. ക്ഷീണം ബാധിക്കാത്തവന് ഉറക്കത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല, എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് ഉറക്കം ബാധിച്ചു കഴിഞ്ഞാൽ അത്രയും സമയം ഈ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളൊക്കെ നിയന്ത്രണാതീതമാകും. പരസ്പരം കൂട്ടിമുട്ടിക്കൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലാതെ പരസ്പരം നാശങ്ങളുണ്ടാവും. അതിന്റെ പേരിൽ അള്ളാഹുവിന് മയക്കം സ്യൂട്ടബിൾ അല്ല, ഉറക്കം സ്യൂട്ടബിൾ അല്ല. പിന്നെ അള്ളാഹുവിനെ വെറും വെളിച്ചമായിട്ട് പ്രകാശമായി ചിത്രീകരിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിന് ഉറക്കമുണ്ട് എന്ന് പറയുമ്പോൾ കാര്യം നമുക്ക് പൊടുത്തം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ബൾബ് ഓണാക്കി രാവിലെ ഓഫാക്കുകയാണ്. ഈ രാവിലെ ഓഫാക്കുന്ന സമയത്ത് നമ്മൾ ബൾബിനോട് നോക്കി നമ്മൾ ചിന്തിക്കുകയാണ്, ഇത്രയും സമയം നമ്മളെ കുറഞ്ഞ സമയം മൂപ്പര് ഉണർന്നിരുന്ന് ഈ കുറച്ചേരം വിശ്രമിച്ചോട്ടെ, ഉറങ്ങിക്കോട്ടെ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വെളിച്ചത്തിനെ മറ്റൊന്നായി സങ്കല്പിക്കുക. വെളിച്ചത്തിനെ സംബന്ധിച്ചുള്ള ഉറക്കം, അതേപോലെ മയക്കം, അതേപോലെ ഉണർച്ച എന്നുള്ള വിഷയങ്ങൾ വരുന്നില്ല. അത് ബൾബല്ല, ഇനി ഏത് വെളിച്ചമാണ് അങ്ങനെ തന്നെയാണ്. അല്ലാഹു എന്ന് പറഞ്ഞ പ്രകാശം അല്ല, പ്രകാശം ആണ്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ പ്രകാശമല്ല. നൂറ് എന്ന് പറഞ്ഞ പ്രകാശവും അല്ല. നമ്മൾ കണ്ട പ്രകാശങ്ങൾ, വെളിച്ചങ്ങൾ, ഇത് വെച്ച് നമ്മൾ അള്ളാഹുവിനെ ഉപയോഗിക്കുകയാണ്. അള്ളാഹുവിന് ഉണ്ടാകുന്ന വെളിച്ചം, തെളിച്ചം, പ്രകാശം ഇതൊന്നും നമ്മൾ കണ്ട പ്രകാശം പോലെയുള്ളതല്ല. വെളിച്ചമൊക്കെ എന്താണ്? കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അത് നാസൂത്തിയായ വിഷയമാണ്. പക്ഷെ അള്ളാഹുവിന്റെ പ്രകാശം നാസൂത്തിയായ ലോകത്തല്ലല്ലോ, അത് റൂഹിയായ ലോകത്താണ്. ഇപ്പൊ റൂഹിയായ ലോകത്തുള്ള പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസൂത്തിയ ലോകത്തുള്ള പ്രകാശം പോലെയല്ല. പക്ഷെ നമ്മളെ വാക്കുപയോഗിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് നമ്മൾ ഈ രീതിയിലെ വിവാദം ചെയ്ത് അവിടെയാണ് നമ്മൾ പേച്ചു പോകുന്നത്, തെറ്റിപ്പോകുന്നത്. ഈ വിഷയത്തിൽ അള്ളാഹുവിനോട് ബന്ധമില്ലാത്ത ആളുകൾ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് ഊഹിച്ചുണ്ടാക്കിയ അവളെ ഇൽമുകളാണ് നിലവിലുള്ള പല വിഷയങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഹഖീഖത്തിനോട് യാതൊരു ബന്ധം ഇതിനില്ല. എന്നാൽ ഈ വിഷയത്തിലേക്ക് ഒരുപാട് ഹദീസുകൾ, ഖുർആൻ വാചകങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് മനുഷ്യന് വേഗത്തിൽ ഇത് ഹാസിലാക്കാൻ സാധിക്കും, എളുപ്പത്തിൽ ഇത് ഹൃദയസ്ഥമാക്കാനും സാധിക്കും. പക്ഷെ ആ ഹൃദയസ്ഥമാക്കുന്നതിനെ തൊട്ട് ഉമ്മത്ത് തടയപ്പെട്ട്, കാരണം അത് വിവരക്കേടിലേക്കും വിദോഷത്തിലേക്കും ഹഖീഖത്തല്ലാത്തൊരു വിഷയത്തിലേക്കും പോവോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം കൊടുത്തു. ആ വ്യാഖ്യാനമാണ് മനുഷ്യനിൽ എന്ത് പറ്റിച്ചത്? യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരു യാഥാർത്ഥ്യമായ കാര്യത്തിലേക്ക് മനുഷ്യൻ ചെന്ന് ചേരാൻ കാരണം. ആ വ്യാഖ്യാനം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ അവന്റെ കഴിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട് സത്യത്തിലേക്ക് പോയിരുന്നേനെ, സത്യം ഗ്രഹിച്ചേനെ. വ്യാഖ്യാനം വന്നതിനാലാണ് മനുഷ്യൻ പേച്ചു പോയത്. റസൂലുള്ളാഹിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെയും വാക്യങ്ങൾക്ക് വ്യാഖ്യാനം കൊടുത്തു. അള്ളാഹു താലാക്ക് എന്താ വ്യാഖ്യാനം കൊടുക്കാൻ അറിയില്ലേ? റസൂലുള്ളാഹിക്ക് അറിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹും ഭയപ്പെടാത്ത വിഷയത്തെ ചില പണ്ഡിതന്മാർ ഭയപ്പെട്ടുകൊണ്ട് ഉമ്മത്തിനെ അതിലും തടഞ്ഞു. അങ്ങനെ പല വിഷയങ്ങളും ഈ ഉമ്മത്തിൽ ഉണ്ടായി പോയിട്ടുണ്ട്. അതിൽപ്പെട്ട വലിയൊരു വിഷയമാണ് അള്ളാഹുവിനെ പ്രകാശമായി കണ്ടത്. ദുന്യവിയായ ഒരു പ്രകാശത്തിലേക്ക് അള്ളാഹുവിനെ വലിച്ചയച്ചത്. അതേപോലെ തന്നെ അള്ളാഹുവിന് രൂപമില്ല എന്നുള്ള വിഷയം കൊണ്ടുവന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് രൂപമില്ല എന്ന് പറയാൻ സാധിക്കൂല. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇതിന് വിരുദ്ധമായി വന്നിട്ടുണ്ടല്ലോ, പല ഹദീസുകൾ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ വെറും ആലങ്കാരികമായി ചിത്രീകരിച്ചതാണ് വിഷയം ഉണ്ടാക്കിയത്. ആലങ്കാരികമല്ലാത്ത യാഥാർത്ഥ്യങ്ങൾ തന്നെയായിരുന്നു പലതും. അതിൽപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഹദീസ്. അള്ളാഹു തആല ആദം നബിയെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ രൂപത്തിലാണ്, അവന്റെ രൂപത്തിലാണെന്ന് പറഞ്ഞത് അതിനുള്ള ഒരു വ്യക്തമായ തെളിവാണ്. അവിടെ രൂപം എന്ന് അള്ളാഹു തആല വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കണമെങ്കിൽ അതിൽ ഹഖീഖത്ത് ഉണ്ടായിരിക്കും. അതിനുശേഷം ആയത്തിൽ പറയുന്നത് ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള്, ആകാശഭൂമികൾ ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്, അവനുള്ളതാണ്. അപ്പൊ ഈ ഭൂമിയും ആകാശവും അതിനുള്ള സകല കാര്യങ്ങളും അള്ളാഹ് പടച്ചതാണ്. അള്ളാഹ് പടച്ചതാണ്, അവൻ്റെതാണ്, അവന്റെ മുൽക്കിയത്താണ്. എല്ലാത്തിലും അവന് അവകാശമുണ്ട്. എല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അവൻ്റെതല്ലാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല എന്നതാണ് അത് അറിയിക്കുന്നത്. പിന്നെ പറയുന്നത് മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, മൻദല്ലദീ യശ്ഫഉ, അവന്റെ പക്കല് ശുപാർശ ചെയ്യുവാൻ ആരുണ്ട്?
ഇല്ലാ ബിഇദ്നിഹി, അവന്റെ സമ്മതം കൂടാതെ, അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ അള്ളാഹുവിന്റെ പക്കല് ശുപാർശ ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് എന്ത് ഗ്രഹിക്കാൻ പറ്റും? ശുപാർശ ചെയ്യല് എന്നുള്ള ഹഖീഖത്ത് ഉള്ളതാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം അതിന് വ്യക്തമായ തെളിവാണ്. കാരണം അള്ളാഹുവിന്റെ പക്കൽ ശുപാർശ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷയം ഇതിൽ പറയുന്നില്ല. സമ്മതം കൂടാതെ പറ്റൂല എന്ന് പറയുന്നുള്ളൂ. അപ്പൊ സമ്മതം കിട്ടിയാൽ പറ്റുമെന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സമ്മതം കൊടുക്കുന്നവരുണ്ട് എന്നർത്ഥം. അള്ളാഹിന്റെ പ്രവാചകന്മാരായിട്ടും ഔലിയാക്കളായിട്ടും അതേപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് പോലും എന്ത് കിട്ടും? ഷഫാഅത്ത് ചെയ്യാൻ അധികാരം കിട്ടും.